വൈക്കോമേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SLCM പോർട്ടലിൽ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ എഡിറ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ SLCM പോർട്ടലിൽ കയറുക. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിനുശേഷം അവിടെ യൂസർ ID ആയിട്ട് നിങ്ങളുടെ ആപ്പാർ ഐഡിയും പാസ്വേഡ് ആയിട്ട് ഡിഫാൾട്ട് പാസ്വേഡ് ആയിട്ടുള്ള test@123 എന്ന പാസ്വേഡ് ഉപയോഗിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആപ്പാർ ID ഇല്ല എന്നുണ്ടെങ്കിൽ UG എന്ന് അടിച്ച ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുക. അതാണ് നിങ്ങളുടെ യൂസർ നെയിം. എന്നിട്ട് പാസ്വേഡ് ആയിട്ട് ഡിഫാൾട്ട് പാസ്വേഡ് ആയിട്ടുള്ള test@123 എന്ന പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു വിൻഡോയിൽ നിങ്ങൾ എത്തും. ആ വിൻഡോയുടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇതുപോലൊരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു വിൻഡോ വരും. അവിടെ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന 2 ഓപ്ഷനിൽ റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു വിൻഡോ വരും. അവിടെ ആദ്യം നിങ്ങളുടെ കറണ്ട് പാസ്വേഡ് അടിക്കുക. അതായത് test@123 എന്ന പാസ്വേഡ് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ന്യൂ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ആ പാസ്വേഡ് ഒന്നുകൂടെ അടിച്ച് കൺഫേം ചെയ്യുക. ഓക്കെ, നിങ്ങൾ പുതിയ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ കുറഞ്ഞത് 8 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. ഒരെണ്ണം അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം, ഒരെണ്ണം ഡിജിറ്റ് ആയിരിക്കണം, ഒരെണ്ണം സിമ്പിൾ ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും പുതിയ പാസ്വേഡ് റീസെറ്റ് ആവും. ഇനി നമുക്ക് പ്രൊഫൈൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ വ്യൂ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലൊരു വിൻഡോ വരും. അവിടെ ബയോയുടെ റൈറ്റ് സൈഡിലായിട്ട് എഡിറ്റിന്റെ ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയിൽ ആദ്യം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. എന്നിട്ട് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ മാറ്റം വരുത്താം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത ശേഷം ഒന്നുകൂടെ അത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. കാര്യം ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ ഇമെയിലും ഫോൺ നമ്പറും വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്